ഓഫ് യു നമ്മളിന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് സെമ്മിൻ്റെ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആയിട്ടാണ്. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇയറിൽ നമുക്ക് സമയത്തിൻ്റെ പരിമിതി കാരണം നമ്മൾ ബ്ലോക്ക് 1 and 2 ഒരൊറ്റ മെഗാ റിവിഷനായിട്ടും ബ്ലോക്ക് 3 and 4 മെഗാ റിവിഷനായിട്ടും അതിലെല്ലാ ടോപ്പിക്സും മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ഓരോ ചാപ്റ്റർ വൈസ് വീഡിയോസ്, ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ കാണുന്ന പോലെ ഓരോ ചാപ്റ്റർ വൈസ് വീഡിയോസ് നമുക്ക് ഇടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെറിയ രീതിക്ക്, അതായത് പഠിക്കാൻ എളുപ്പമാക്കി തരുന്ന രീതിക്കുള്ള നോട്ട്സും ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ള യൂണിറ്റ് 1 നിങ്ങൾക്ക് നിങ്ങളുടെ ബേസ് ഉണ്ടല്ലോ, അതായത് ടൂറിസത്തിൻ്റെ ബേസ്, ഏതൊക്കെ ടൈപ്സ് ടൂറിസം ഉണ്ട്, ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ടൂറിസത്തിൻ്റെ ഇമ്പാക്റ്റ്, അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ടൂറിസത്തിൻ്റെ ഡെഫിനിഷനാണ് വരുന്നത്. എന്താണ് ടൂറിസം എന്നുള്ളത്? ടൂറിസം എന്താണ്? നമ്മൾ ടൂർ പോകാമെന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് തന്നെയാണ് ആൻസറായിട്ടും വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾ ഭയങ്കര വർക്കൊക്കെ ചെയ്ത് ഭയങ്കര സ്ട്രെസ്സാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവും എന്ന് പറയില്ലേ. അപ്പോൾ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്, നമുക്ക് ആനന്ദം കിട്ടാൻ, അല്ലെങ്കിൽ പ്ലഷറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽ പർപ്പസസിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് പോകലുണ്ട്, ടൂർ പോകലുണ്ട്. അപ്പോൾ ടൂറിസത്തിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള, അതായത് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയിൽ വേണം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അതൊന്ന് ജസ്റ്റ് ഓർഡർ ആക്കിയിട്ട് എഴുതിയാൽ മതി. എന്താണ് ടൂറിസം എന്ന് ചിലപ്പോൾ 2 മാർക്സിന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ടൂറിസം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യത്തിൽ നേട്ടം ലഭിച്ചിട്ടുണ്ട്? നമുക്ക് എൻവിയോൺമെൻ്റലായിട്ടും കൾച്ചറലായിട്ടും ഇക്കണോമിക്കലായിട്ടും, അല്ലെ, ടൂറിസം മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്ന കുറേ വിഭാഗം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ വയനാടാണെങ്കിലും അതുപോലെ കുറേ അധികം സ്ഥലത്ത് ടൂറിസം മാത്രം അവരുടെ ജീവിതമാർഗ്ഗമായിട്ട് കണ്ട് കണക്കാക്കുന്ന കുറേ ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയാണത്. അപ്പോൾ ഒരു ഇക്കണോമിക്കലി കൂടിയും എന്ത് വരികയാണ്, നമ്മുടെ രാജ്യത്തിനും കൂടിയും ഇമ്പാക്റ്റ് വരുത്തുന്ന രീതിയിലാണ് എന്തുള്ളത്, ടൂറിസം ഉള്ളത്. ഓക്കെ, എവിടെയാണ് ടൂറിസം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എവിടെയാണ്? വെസ്റ്റേൺ യൂറോപ്പിൽ 17th സെഞ്ച്വറിയിലാണ് ടൂറിസം നിലവിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ടൈപ്സ് ഉണ്ട്? ബിസിനസ് ടൂറിസം ഉണ്ട്, നമ്മളിപ്പോൾ ഇത് പറഞ്ഞല്ലേ. സ്പോർട്സ് ടൂറിസം, മെഡിക്കൽ ടൂറിസം, പിൽഗ്രിമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തീർത്ഥാടന യാത്രകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഒരു ടൂറിസത്തിൻ്റെ ഒരു ടൈപ്പായിട്ടാണ് കണക്കാക്കുന്നത്. തീർത്ഥാടന യാത്രകളും ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണല്ലോ നമ്മൾ. അപ്പോൾ അതിനെയും എന്തായിട്ടാണ്, ടൂറിസത്തിൻ്റെ ഒരു ടൈപ്സ് തന്നെ ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ നമുക്കവിടെ പിൽഗ്രിമേജിന് ഒരു എക്സാമ്പിൾ പറയാം, തീർത്ഥാടനത്തിന് ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹജ്ജാണ്. അതല്ലാതെയും കുറേ ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അങ്ങനെയുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി വരുന്ന പേജസിൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അറിയുന്ന കുറേ എക്സാമ്പിൾസ് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഗ്രാൻഡ് ടൂർ 17th to 19th സെഞ്ച്വറിയിലാണ് നടന്നിട്ടുള്ളത്. 2 മാർക്സിന് ഗ്രാൻഡ് ടൂർ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ജേർണി ബൈ വെൽത്തി യൂറോപ്യൻസ്, അതായത് നമ്മൾ പ്രമാണികൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള യൂറോപ്യൻസ്, വെൽത്തി യൂറോപ്യൻസ് എപ്പോൾ നടത്തിയിട്ടുള്ളത് 17th to 19th സെഞ്ച്വറിയിൽ നടത്തിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ജേർണിയാണ് ഈ ഗ്രാൻഡ് ടൂർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. ഇനി മോഡേൺ ടൂറിസം എക്സ്പാൻഡഡ് വിത്ത് ബെറ്റർ ട്രാൻസ്പോർട്ട്, ലോഡ്ജിങ്, ഗൈഡ് ബുക്സ് ആൻഡ് ടൂറിസം സർവീസസ്. നമുക്ക് അറിയണതാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്തുണ്ടെന്ന് പറയുന്നുണ്ട്, കുറേ അധികം സംവിധാനങ്ങളുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. കുറേ ഏജൻസീസ് ഉണ്ട്, അല്ലേ? അതേപോലെ തന്നെ ബെറ്റർ ട്രാൻസ്പോർട്ട്, പണ്ട് കാലത്ത് ഇത്രയും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്, വർദ്ധിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് ടൂറിസത്തിൻ്റെയും സ്കോപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഹിസ്റ്റോറിക്കൽ അഥവാ ഹെറിറ്റേജ് ടൂറിസം. അപ്പോൾ എന്താണ് ഹെറിറ്റേജ് ടൂറിസം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്ത പോലെ ഹിസ്റ്റോറിക്കലിൻ്റെ ബ്രാക്കറ്റിൽ ഹെറിറ്റേജ് ഒന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങളോട് ചിലപ്പോൾ ഒന്നെങ്കിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്താണെന്നോ അല്ലെങ്കിൽ ഹെറിറ്റേജ് ടൂറിസം എന്താണ് എന്നോ ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ്, ഈ 2 വാക്ക് മാത്രം ഓർത്ത് വെച്ചാൽ മതി.
മതി? പ്ലേസസ് വിസിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അവിടുത്തെ ഹിസ്റ്ററിയും ഹെറിറ്റേജൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല പല പ്ലേസസ് വിസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഹിസ്റ്റോറിക്കൽ അഥവാ ഹെറിറ്റേജ് ടൂറിസം എന്ന് പറയണത്. ഓക്കെ, ബിസിനസ് ടൂറിസം എന്താണ്? ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ് ബിസിനസ് ടൂറിസം. അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തെ ഹിസ്റ്ററി ആ സ്ഥലത്തെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം അഥവാ ഹെറിറ്റേജ് ടൂറിസം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും? സൈറ്റ് സീയിങ് ഉണ്ടാവും, അതേപോലെ തന്നെ മ്യൂസിയം വിസിറ്റ് ഉണ്ടാവും, ഹെറിറ്റേജ് സൈറ്റ് വിസിറ്റ് ഉണ്ടാവും, അതേപോലെ ഈ ലോക്കൽ കൾച്ചർ, അതായത് പല ഭാഗത്ത് ചില ഉള്ളേരിയാസൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഉള്ളേരിയയിലുള്ള ആൾക്കാരുടെ ജീവിതങ്ങൾ നമ്മുടെ ഈ ടൗണിൽ നിന്നുമുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നിന്നും പല രീതിക്കുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു ലോക്കൽ അവർ ജീവിച്ചു പോകുന്ന ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ആ ഒരു കൾച്ചർ മനസ്സിലാക്കാനും, പിന്നെ അതേപോലെ തന്നെ ക്യൂസിൻ എന്ന് പറയണത് നമ്മൾ ഈ ഓരോ രാജ്യത്തിനും അവരവരുടേതായിട്ടുള്ള പല രീതിക്കുള്ള വിഭവങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു പൊടിക്കൈകൾ, സീക്രട്സ് എന്നൊക്കെ പറയില്ലേ കുക്കിങ്ങിൽ, അതാണ് ആ ഒരു എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന അങ്ങനെ ഉള്ളൊരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്? ക്യൂസീൻ എന്ന് പറയണത്. ഒന്നുമില്ല, ഓരോ രാജ്യത്തിനും സ്പെഷ്യലായിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ്, കുക്കിങ്ങിലാണ് അത് മെയിനായിട്ടും നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്യൂസീൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ലോക്കൽ കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടും മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ നടത്തുന്ന ആക്ടിവിറ്റീസ്, ഈ ഒരു ടൂറിസത്തിൽ ഈ വക ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ അട്രാക്ഷൻസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയുന്ന പോയിൻറ്റ്സും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എന്നുള്ളത്. നമുക്കറിയാം താജ്മഹൽ, നമുക്കറിയാവുന്നതാണ്, ഇന്ത്യയിലാണ് താജ്മഹൽ, ഇന്ത്യയിലാണ്. അതേപോലെ തന്നെ അജന്ത കേവ്സ്, അങ്ങനെ കുറേ അധികം മധുരൈ, അങ്ങനെ കുറേ അധികം നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് തന്നെ അതേ ഓർഡറിൽ അതേ ഇതിൽ പഠിക്കണം എന്നില്ല. ചില ഭാഗങ്ങൾ അങ്ങനെ പഠിക്കേണ്ടതുണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. പക്ഷെ അതല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതാവുന്നതാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വിട്ട് കളയാതിരിക്കുക, അത് അതിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ എഴുതി പോവാം. ഇനി ടൂറിസം ഇൻ ഇന്ത്യയിൽ ടൂറിസം എങ്ങനെയാണ്? നമ്മുടെ കൾച്ചറും അതേപോലെ തന്നെ ആർട്സും ആർക്കിടെക്ചർ, പല രീതിക്കുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട് അല്ലേ, ആ ഫെസ്റ്റിവൽസും അതേപോലെ തന്നെ ഇന്ത്യൻ്റെ തന്നെ ഒരു നേച്ചുറൽ ബ്യൂട്ടി എല്ലാം നമുക്കറിയുന്ന പോയിൻറ്റ്സ് ആണ്. കൾച്ചർ, അതേപോലെ തന്നെ ആർട്സ്, ആർക്കിടെക്ചർ, ഫെസ്റ്റിവൽസ്, നേച്ചുറൽ ബ്യൂട്ടി, ഇതെല്ലാം ഒത്തുചേരുന്നതാണ് ഇന്ത്യൻ്റെ ടൂറിസം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ അല്ലാതെ ബിസിനസ് കാര്യത്തിന് മാത്രമായിട്ടല്ല, അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് മാത്രമായിട്ടല്ല നമ്മൾ ടൂർ പോകുന്നത്. പല രീതിക്കുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ടൂറിസം നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിക്ക് ഇന്ത്യയിൽ കുറിച്ച് ഒരു 2 വാക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ടൂറിസം എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫേമസ് ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്കറിയാം. ഫേമസ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോട്ട് റേസ്, നമ്മുടെ കേരളയിൽ ബോട്ട് റേസ് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ടെക്സ്റ്റിൽ മാത്രം നോക്കി പഠിച്ചിട്ട് പോയിട്ട് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല ഈ വക പോയിൻറ്റ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഫെസ്റ്റിവൽസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് ആലോചിച്ച് തന്നെ നിങ്ങൾ എഴുതാൻ നോക്കാം. ഇനി ടൈപ്സ് ഓഫ് ടൂറിസം ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. 5 മാർക്കാണോ നിങ്ങൾക്ക് 4 മാർക്കാണോ ക്വസ്റ്റ്യൻ എന്നുള്ളതൊന്ന് നോക്കണം. എന്തായാലും അങ്ങനെ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ടൂറിസം. ഫസ്റ്റ് വൺ ഇൻ്റർനാഷണൽ ടൂറിസം. ഇൻ്റർ എന്ന് വെച്ചാൽ തന്നെ ഇടയിൽ നിന്നാണ് അർത്ഥം. അപ്പോൾ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു നേഷൻ എന്താണ്? രാജ്യം. ഒരു രാജ്യവും അടുത്ത രാജ്യവും തമ്മിൽ. ഓക്കെ, ഇൻ്റർനാഷണൽ. അപ്പോൾ ഇൻ്റർനാഷണലിൽ എന്ത് വരും? നാഷണൽ ബോർഡേഴ്സ് ക്രോസ് ചെയ്യേണ്ടി വരും. നാഷണൽ ബോർഡേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണം, അല്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു നാഷണൽ ബോർഡർ നമ്മൾ ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ കറൻസീസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മൊത്തത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി ആയിരിക്കില്ല പുറം രാജ്യങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ കറൻസി വ്യത്യാസം വരും. അതേപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് കൂടുതലായിട്ടും ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. ഇപ്പോൾ നമ്മുടെ കേരളയിലാണെങ്കിൽ മലയാളം. അപ്പോൾ അങ്ങനെയുള്ള ലാംഗ്വേജസിൻ്റെ ഡിഫറൻസും എവിടെ വരുന്നുണ്ട്? ഈ ഇൻ്റർനാഷണൽ ടൂറിസത്തിൽ വരുന്നുണ്ട്. ആ 2 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കേണ്ട പോയിൻറ്റ്സ് ആണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പോയിൻ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇനി ഡൊമസ്റ്റിക്
ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ കൺട്രീൻ്റെ ഉള്ളിൽ നടത്തുന്ന ടൂറിസം. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യേൻ്റെ അകത്തുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുന്നതാണ് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഡൊമസ്റ്റിക് ടൂറിസമാണ്. ഇന്ത്യ വിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇൻ്റർനാഷണൽ ടൂറിസമാണ്. ഓക്കെ, അപ്പോൾ വൺസ് ഓൺ കൺട്രിയിൽ വിത്തിൻ വൺസ് ഓൺ കൺട്രിയാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ടൂറിസമാണ്. അതിന് പാസ്പോർട്ട് വേണോ വേണ്ട, വിസ വേണോ വേണ്ട, കറൻസി എക്സ്ചേഞ്ച് നടത്തുന്നുണ്ടോ? നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് എന്തെങ്കിലും ടൂർ പോകുന്ന സമയത്ത് നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ഒന്നും നടത്തുന്നില്ല. കേരളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ കറൻസി തന്നെയാണ് തമിഴ്നാടും. അതായത് ഇന്ത്യ ഒട്ടാകെ എന്താണ്, ഒരൊറ്റ കറൻസിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറൻസി എക്സ്ചേഞ്ച് വേണ്ട, വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, ഒരൊറ്റ കൺട്രീൻ്റെ അകത്ത് തന്നെ നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഡൊമസ്റ്റിക് ടൂറിസമാണ്. ഇനി ലോങ് ഡിസ്റ്റൻസ് ടൂറിസം, ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം. ലോങ് ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കണക്ക് ഓർത്ത് വെച്ചാൽ മതി. അതായത് 3000 കിലോമീറ്റർ, 3000 കിലോമീറ്റർ എന്നുള്ള കണക്ക് ഓർത്ത് വയ്ക്കുക. ഈ 3000 കിലോമീറ്ററിൻ്റെ കൂടുതലുള്ള ഡിസ്റ്റൻസിലേക്കാണ് നിങ്ങൾ പോണത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ലോങ് ഡിസ്റ്റൻസ് ടൂറിസമാണ്. ഈ 3000 കിലോമീറ്ററിൻ്റെ അകത്തുള്ള ഏരിയയിൽ നിന്നാണ് നിങ്ങൾ, അകത്തുള്ള ഏരിയയിലേക്ക് എങ്ങോട്ടെങ്കിലാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസമാണ്. അപ്പോൾ അത് രണ്ടും ഓർത്ത് വയ്ക്കുക. അത് രണ്ടും ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഈ ഒരു വാല്യൂ, അതായത് 3000 എന്നുള്ള ആ വാല്യൂ ഓർത്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി ലെഷർ ടൂറിസം. ലെഷർ ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഫ്രീ ടൈം അല്ലെങ്കിൽ ലെഷർ ടൈം എന്ന് പറയില്ലേ, നമ്മൾ റിലാക്സേഷന് വേണ്ടിയിട്ട്, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമുക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ പോണതാണ് ഇത് ലെഷർ ടൂറിസം എന്ന് പറയുന്നത്. ഒന്ന് മടുത്തു, വർക്കൊക്കെ ചെയ്ത് മടുത്തു, ഇനി എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി റിലാക്സ് ആവണമെന്ന് പറയില്ലേ, ആ ഒരു കാറ്റഗറിയാണ് ഏതെന്ന് പറയുന്നത്, ലെഷർ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടും ഓർത്ത് വയ്ക്കേണ്ട പോയിൻ്റ് എന്താണ്, നമുക്ക് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്, എൻജോയ്മെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ എക്സാമ്പിൾസ് നോക്കിയേ, എക്സാമ്പിൾസ് നമുക്ക് അറിയുന്ന എക്സാമ്പിൾസാണ്. നമ്മളൊന്ന് ബീച്ചിൽ പോയിരുന്നാൽ നമ്മൾ കൂളാവെന്ന് പറയില്ലേ, ബീച്ചിലൊന്ന് കുറച്ച് നേരം പോയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകണം. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ഇഷ്ടമാവും, അവർക്കൊക്കെ ഇതൊരു റിലാക്സേഷൻ ആവും പഠിത്തത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള ലെഷർ ടൈം നമ്മൾ ഉപയോഗിക്കാമെന്ന് പറയില്ല, അതാണ് ഏത്, ലെഷർ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ എക്സാമ്പിൾസ് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം, നമുക്ക് ഇഷ്ടപ്പെട്ട എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. ഊട്ടി എഴുതാം, നെല്ലിയാമ്പതി എഴുതാം, അതേപോലെ നമ്മുടെ കുളു മണാലി എഴുതാം. ഇതൊക്കെ എന്താണ്, ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ലെഷർ ടൂറിസം അല്ലെങ്കിൽ ലെഷർ ടൂറിസത്തിന് പറ്റിയിട്ടുള്ള പ്ലേസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് തന്നെ അവിടെ എഴുതി വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇനി കൾച്ചറൽ ടൂറിസം. കൾച്ചറൽ ടൂറിസം പേരിൽ തന്നെയുണ്ട്. എന്തിനെയാണ് കൂടുതലായിട്ടും ഒരു രാജ്യത്തിൻ്റേതായിട്ടുള്ള അവരുടെ ചരിത്രങ്ങളുണ്ടാവും, അതേപോലെ തന്നെ അവരുടേതായിട്ടുള്ള പല രീതിക്കുള്ള കൾച്ചർ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ആർട്ട് ഉണ്ടാവും, ആർക്കിടെക്ചർ ഉണ്ടാവും. ഓരോ രാജ്യത്തിന് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിനും ഓരോ വിഭാഗം ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അതിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ടൂറിസമാണ് ഏതെന്ന് പറയുന്നത്, കൾച്ചറൽ ടൂറിസം എന്ന് പറയുന്നത്. മെയിനായിട്ടും നമ്മൾ ഈ മ്യൂസിയങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോവുക, പിന്നെ അതേപോലെ ഓരോരോ ഹെറിറ്റേജ് സൈറ്റ്സ് വിസിറ്റ് ചെയ്യാൻ പോവുക, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്, കൾച്ചറൽ ടൂറിസത്തിൽ പെടുന്നതാണ്. അപ്പോൾ കൾച്ചറൽ ടൂറിസം ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മ്യൂസിയത്തിൽ പോകുന്നതാണ് കൾച്ചറൽ ടൂറിസം എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അത് മാത്രമല്ല, മ്യൂസിയത്തിൽ പോകുന്നത് മാത്രമല്ല കൾച്ചറൽ ടൂറിസം, പക്ഷെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മ്യൂസിയത്തിൽ നമ്മൾ പോകുന്നത് കൾച്ചറൽ ടൂറിസത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആ പോയിൻ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, നമ്മുടെ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, അജന്ത, എലോറ, ഇതൊക്കെ ഏതാണ്, നമ്മുടെ കൾച്ചറൽ ടൂറിസത്തിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം, അതായത് നമ്മളെന്താണ് ആരാധനാലയങ്ങളിലേക്ക് പോകില്ലേ, വർഷിപ്പിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സ്പിരിച്വൽ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതെല്ലാം എന്താണ്, ഈ ഒരു റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്നതിൽ പെടുന്നതാണ്, ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. അതിന് എക്സാമ്പിൾസ് എന്തൊക്കെ വരും, വാരണാസി വരും, രാമേശ്വരം വരും, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ പർപ്പസസിന് വേണ്ടിയിട്ട് പോകുന്ന സ്ഥലങ്ങളല്ലേ, അപ്പോൾ അത് എഴുതി വയ്ക്കാം. പിന്നെ അവിടെ ചെന്നിട്ട് അതായത് അങ്ങോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം, മെഡിറ്റേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, അവരുടേതായിട്ടുള്ളൊരു രീതിക്കുള്ള യോഗകൾ, അങ്ങനെയുള്ള പർപ്പസസിന് വേണ്ടിയിട്ടായിരിക്കും മെയിനായിട്ടും ഈ ഒരു റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ടൂറിസം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസായിട്ട് അതൊന്ന് നോക്കി വെച്ചേക്കുക, യോഗ ആൻഡ് മെഡിറ്റേഷൻ, അത് ഓർത്താൽ മതി. ഓക്കെ,
ഇനി വൈൽഡ് ലൈഫ് ടൂറിസം എന്താണ്? ഈ ആനിമൽസിനെ നമ്മൾ ആനിമൽസിൻ്റേതായിട്ടുള്ള നേച്ചുറൽ ഹാബിറ്ററ്റിൽ പോയി കാണാം. അതായത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ക്യാമറാമാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ജീവികളുടെ, പല രീതിക്കുള്ള ജീവികളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സൂം ചെയ്തിട്ടും അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വൈൽഡ് ലൈഫ് ടൂറിസം നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ആനിമൽസിൻ്റെ നെയിം എഴുതി വെച്ചാൽ മതി എക്സാമ്പിളായിട്ട്. അതായത് ടൈഗർ, എലിഫൻറ്റ്, റൈനോസേഴ്സ്, ലയൺസ്, ഇതിനെല്ലാം നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് ഒക്കെ അവിടെ എഴുതി വെക്കാം. ഓക്കെ, ഇതിനെല്ലാം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവർ ജീവിക്കുന്നതായിട്ടുള്ള ആ ഒരു നേച്ചുറൽ ഹാബിറ്ററ്റ്സ് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? വൈൽഡ് ലൈഫ് ടൂറിസം നടത്തുന്നത്. പിന്നെ അതേപോലെ എവിടെയൊക്കെ നമുക്ക് വൈൽഡ് ലൈഫ് ടൂറിസം പോസിബിൾ ആണ്? നമുക്ക് നാഷണൽ പാർക്സ് ഉണ്ട്, അതേപോലെ തന്നെ സാങ്ച്വറീസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വൈൽഡ് ലൈഫ് ടൂറിസം അവൈലബിൾ ആണ്, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ടൂറിസത്തിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് പറയണം. ഓക്കെ, ഇനി അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുമ്പം കുറച്ച് റിസ്ക് ഒക്കെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായിട്ടും വേണ്ട ഒരു ടൂറിസമാണ് അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഹാർഡ് അഡ്വഞ്ചറും ഉണ്ട്, സോഫ്റ്റ് അഡ്വഞ്ചറും ഉണ്ട്. പേര് പോലെ തന്നെ ഹാർഡ് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് ആയിരിക്കും. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്കില്ല് വേണം, ട്രെയിനിങ് വേണം. ഓക്കെ, നമ്മൾ റിവർ റാഫ്റ്റിംഗ്, സ്കൂബ ഡൈവിങ്ങിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് തന്നതിന് ശേഷമാണ് എന്തൊക്കെയാണത് അന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾക്കത് ചെയ്യാനുള്ള എന്തുള്ളത് അനുമതി ലഭിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഹാർഡ് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് ആണ്. എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹാർഡ് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് ആണ്. ഇന്ന കാര്യങ്ങളാണ് അതിൽ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഇനി സോഫ്റ്റ് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ് റിസ്ക് ഇല്ല എന്നുള്ളതല്ല. അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? റിസ്ക് ആണ്. പക്ഷേ സോഫ്റ്റ് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ സോഫ്റ്റ്, അങ്ങനെ ആലോചിക്കുക. എന്താണ്? ഒരു മോഡറേറ്റ് റിസ്കിലാണ് അത് വരുന്നത്. അതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും ആവശ്യമില്ല. നമ്മൾ ഈ ക്യാമ്പിങ്ങും അതേപോലെ ഹൈക്കിങ്ങും ഒക്കെ നടത്തില്ലേ, അപ്പോൾ അതൊക്കെ ഇതിലാണ് വരുന്നത്? സോഫ്റ്റ് അഡ്വഞ്ചറിലാണ് വരുന്നത്. ഓക്കെ, ഇനി എക്കോ എന്ന് വെച്ചാൽ തന്നെ എന്താണ്? നേച്ചറായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഓക്കെ, എക്കോ ടൂറിസം അപ്പോൾ എന്താണ്? നേച്ചർ ബേസ്ഡ് ടൂറിസം ആണ്. എന്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? കൺസർവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പല രീതിക്കുള്ള ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ പല രീതിക്കുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അതായത് ഒരു വിഭാഗം ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിക്ക് അങ്ങനെ ജീവിച്ച് പോവുക, കുറേ രീതിയിലുള്ള കാര്യങ്ങളായിട്ട് അങ്ങനെ ജീവിച്ച് പോകാമെന്ന് പറയില്ലേ. നമ്മുടെ ഈ ടൗൺ ഏരിയാസിലല്ലാതെ കുറച്ച് ഉള്ള ഏരിയാസിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ലോക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതേപോലെയുള്ള ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് മെയിനായിട്ടും എന്ത് നടത്തുന്നത്? എക്കോ ടൂറിസം നടത്തുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മുടെ സൈലന്റ് വാലി നമുക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് എല്ലാം എഴുതാവുന്നതാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് തെന്മല, അതേപോലെ തന്നെ ഹിമാലയാസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈലന്റ് വാലി എക്സാമ്പിളായിട്ട് എഴുതാം. എക്സാമ്പിൾ എഴുതുമ്പോൾ എപ്പോഴും ഒരു 2-3 എണ്ണമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് എല്ലാം എഴുതി വെക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ്: എക്കണോമിക്, സോഷ്യൽ, എൻവിയോൺമെൻ്റൽ. ഇത് 3ഉം ബാലൻസ് ചെയ്യുന്ന ഒരു ടൂറിസമാണ് സസ്റ്റൈനബിൾ ടൂറിസം. ഇക്കണോമിക് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പരിസ്ഥിതിപരമായിട്ടും, അതായത് ഇക്കണോമിക്കലി, സോഷ്യൽ, അതേപോലെ തന്നെ എൻവിയോൺമെൻ്റൽ നീഡ്സ്, ഇത് 3ഉം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ടൂറിസമാണ് ഏത്? സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. ഇത് 3ഉം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ടൂറിസം ഏതാണ്? സസ്റ്റൈനബിൾ ടൂറിസമാണ്. ഈ 3 വാക്ക് ഒരിക്കലും മറക്കരുത്. സസ്റ്റൈനബിൾ ടൂറിസം ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് 3ഉം കീവേഡ്സ് ആണ്. കീവേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എക്സാമിന് മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള, നമ്മുടെ ഗ്രാമർ ഒന്നും ചിലപ്പോൾ ഇംഗ്ലീഷ് അല്ലാത്ത സബ്ജക്ട്സിൽ നമ്മൾ ഗ്രാമർ ഒന്നും നോക്കില്ല, ഈ വാക്കുകൾ ഉണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ടും സെർച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വാക്കുകൾ അവിടെ വേണം. ഓക്കെ, ഇക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെൻറ്റൽ. ഇനി എന്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അവരുടെ ഹെറിറ്റേജ്, അതേപോലെ തന്നെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്ക്? ഈ ഒരു സ്ഥലങ്ങളിൽ, അതായത് ഇങ്ങനെ ഇക്കണോമിക്കലി, അതേപോലെ തന്നെ സോഷ്യൽ, എൻവയോൺമെൻറ്റൽ നീഡ്സ് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? സസ്റ്റൈനബിൾ ടൂറിസത്തിൽ വരുന്നതാണ്. ഇനി മെഡിക്കൽ ടൂറിസം നമുക്കറിയാം, ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് അല്ലേ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പല ഭാഗത്തേക്ക്, പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ
അപ്പം മെഡിക്കൽ ടൂറിസം ഓൾസോ കോൾഡ് എന്താണ് ഹെൽത്ത് ഓർ സർജിക്കൽ ടൂറിസം. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, മെഡിക്കൽ റിലേറ്റഡ് ആണല്ലോ, സർജിക്കൽ ആയാലും ഹെൽത്ത് എന്നുള്ളതും മെഡിക്കൽ റിലേറ്റഡ് ആണ്. അപ്പം ഹെൽത്ത് ടൂറിസം എന്നോ സർജിക്കൽ ടൂറിസം എന്നോ മെഡിക്കൽ ടൂറിസം എന്നോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ആൻസറാണ് എഴുതേണ്ടത്. ഇനി ഇന്ത്യ എന്തിന് പോപ്പുലറാണ്? ഈ ഒരു മെഡിക്കൽ ടൂറിസത്തിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ലോ കോസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. പല രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലേ, ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആണ് മെഡിക്കൽ ഇ വിസ. ഈ 3 കാര്യങ്ങളും, ഈ 3 പോയിൻറ്റ്സും എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം ഇന്ത്യയുടെ മെഡിക്കൽ ടൂറിസം ഇമ്പാക്റ്റിനെ പറ്റി പറയുമ്പം. ഇനി ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ടൂറിസം. ഇക്കണോമിക്കലി നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞു, ഈ ടൂറിസം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അത് മാത്രം ജീവിതമാർഗ്ഗമായിട്ട് കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താണ്, ഇക്കണോമിക്കലി അത് മാത്രമേ വഴിയുള്ളൂ എന്നുള്ള രീതിക്കുള്ള ആൾക്കാരുണ്ടാകും. അത് മാത്രമല്ല, ഇങ്ങനെ ടൂറിസം എക്സ്പാൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻകം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടി വരികയാണ്. ഓക്കെ, ഇനി പോയിന്റ്സ് നോക്കി. പ്രൊവൈഡ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ്, അല്ലേ, കുറേ ആൾക്കാർക്ക് ജോലിയില്ലാത്ത കുറേ ആൾക്കാർക്ക് ജോലി ലഭിക്കുകയാണ്. ലോക്കൽ കമ്മ്യൂണിറ്റീസിനൊക്കെ അവർക്ക് വേറൊരു ജോലിയും ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി ആയിരിക്കും അവർ ജീവിതമാർഗ്ഗമായിട്ട് കണക്കാക്കുന്നുണ്ടാവുക, ടൂറിസം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് ലഭിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെ സർവീസസ് ഉണ്ട്, ട്രാൻസ്പോർട്ട്, ലോഡ്ജിങ്, ഫുഡ്, ഗൈഡിങ്, ബോട്ടിങ്, ട്രക്കിങ്, ഇതേപോലെയുള്ള സർവീസസൊക്കെ അവൈലബിൾ ആക്കുമ്പോൾ ഈ മേഖലയിൽ എല്ലാവർക്കും എന്ത് ചെയ്യുകയാണ്, ഈ മേഖലയിലുള്ളവർക്കെല്ലാം ജോലി ലഭിക്കുകയാണ്, കുറേയധികം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുകയാണ്. ഓക്കെ, ഇനി ഏൺസ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്നല്ലാതെ പല രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാൻ വരും, വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ഇംപ്രൂവ്സ് ട്രേഡ് ബാലൻസ്. ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കച്ചവടമാണ്. അപ്പോൾ ആ ഒരു കച്ചവടം എന്ത് ചെയ്യാണ്, ഒന്നുകൂടി ബാലൻസ് ചെയ്യാണ് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാണ്. അതേപോലെ തന്നെ കുറേ അൺഎംപ്ലോയിഡ് ആയിട്ട് നടക്കുന്ന യൂത്തിന് ഒരു ജോബ് ലഭിക്കുകയാണ്. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻകത്തിലേക്കും കൂടിയും ഇക്കണോമിക്കലി നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുവരാനും ഏത് മേഖല സഹായിക്കുന്നുണ്ട്, ടൂറിസം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി ടൂറിസത്തിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ് പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഇതെല്ലാം പോസിറ്റീവ് ആണല്ലോ. എംപ്ലോയ്മെൻറ്റ് ലഭിക്കുന്നു, അതേപോലെ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നു, കുറേ സർവീസസിൽ ഉള്ളവർക്ക് ജോലി ലഭിക്കുന്നു. അങ്ങനെ കുറേ പോയിൻറ്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞു. അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവ് ഇമ്പാക്റ്റിൽ എഴുതാം. നമ്മുടെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ റവന്യൂ, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു, ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്തിലൂടെ? ടാക്സിലൂടെ. അപ്പോൾ ടാക്സസ് ജസ്റ്റ് ഒന്ന് അവിടെ മെൻഷൻ ചെയ്യണം, അതിനാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പല രീതിക്കുള്ള ഏരിയാസിൽ നമുക്ക് ജോബ് ലഭിക്കുന്നുണ്ട്, ട്രാവൽ ഏജൻസീസിൽ, ഹോട്ടൽസിൽ, എയർലൈൻസിൽ, റീറ്റെയിൽ സെക്ടറിൽ. അതേപോലെ തന്നെ ലോക്കൽ ഇക്കണോമി എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് ആരും തിരിഞ്ഞു നോക്കാതെ നടന്നിരുന്ന പല സ്ഥലങ്ങളും ടൂറിസം വഴി എന്ത് ചെയ്തിട്ടുണ്ട്, പോപ്പുലർ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. അവരുടെ ക്വാളിറ്റി, അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലോക്കൽ ബിസിനസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അവർക്കും അവരുടേതായിട്ടുള്ള രീതിക്ക് മുന്നോട്ട് വരാനായിട്ട് എന്ത് സഹായിച്ചിട്ടുണ്ട്, ടൂറിസം സഹായിച്ചിട്ടുണ്ട്. ഇനി നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ചിലപ്പോൾ 2 മാർക്സിനോ അല്ലെങ്കിൽ 5 മാർക്സിനോ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അതായത് രാജ്യം വികസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പല ഉള്ളേരിയാസിലുള്ള ആൾക്കാർക്കും എന്ത് ലഭിക്കുന്നില്ല, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു പുതിയൊരു കെട്ടിട നിർമ്മാണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാജ്യം വികസിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഏരിയാസിലുള്ള ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്തിനെ ബാധിക്കുന്നുണ്ട്, അവിടെയുള്ള ആൾക്കാരെ ബാധിക്കുന്നുണ്ട്. അവരുടെ ചിലപ്പോൾ കുടിയൊഴിക്കുക എന്ന് പറയില്ലേ നമ്മൾ, അതേപോലെ അവർക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ലഭിക്കുന്ന രീതിക്ക്, അവരെ അവിടെ നിന്ന് മാറ്റം ചെയ്യുന്ന രീതിക്ക്, ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരെ മാറ്റം ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടൂറിസം കാരണം അവർ അനുഭവിക്കുന്ന ഒന്നാമത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്ഡ് ഫോർ ടൂറിസം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിലുള്ള പാവപ്പെട്ട ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് മാറ്റാമെന്ന് പറയില്ല, അവരുടെ വീടെല്ലാം ഒഴിപ്പിച്ച് അവിടെ നിന്ന് മാറ്റാമെന്ന് പറയില്ല. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മെയിനായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ
ടൂറിസം വരുന്ന സമയത്ത് ഈ ഒരു തീരെ അറിയപ്പെടാതിരുന്ന ഒരു സ്ഥലം പെട്ടെന്ന് പോപ്പുലർ ആവാണ്. അങ്ങനെ പോപ്പുലർ ആവുന്ന സമയത്ത് അവിടെയുള്ള ലാൻഡിനും അതേപോലെ അവിടെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനും എല്ലാം എന്ത് ചെയ്യാണ്, വില കൂടാണ്, പ്രൈസസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതും എന്താണ്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പിന്നെ ചെറിയ ചെറിയ ഈ ലോക്കൽ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് ഉപകാരം എന്നതിനേക്കാളും പല പല മൾട്ടിനാഷണൽ കമ്പനീസിനായിരിക്കാം ഈ എല്ലാ പ്രോഫിറ്റും വന്നെത്തുന്നത്. അപ്പം രാജ്യം വികസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ മുകളിലുള്ള ആൾക്കാർ മാത്രം വികസിക്കുന്നത് കൊണ്ട് കാര്യമായില്ല. ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിനും കൂടിയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായാലാണ്, പല രീതിക്കും അങ്ങനെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നില്ല ടൂറിസത്തിലൂടെ എന്നാണ് നമ്മൾ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ എന്ത് ചെയ്യേണ്ടത്, മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായില്ലേ എന്നുള്ളതും ഒന്ന് കമൻസിൽ അറിയിക്കുക. ഇങ്ങനെ തന്നെ പോയാൽ മതിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ സജഷൻസ് എല്ലാം അറിയിക്കുക നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഏതെങ്കിലും സബ്ജക്ട്സ് വേണം എന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻസ് ആയിട്ട് അറിയിക്കാം. അതിലേത് സബ്ജക്റ്റാണോ നമുക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളത് പറയാൻ പറ്റില്ല. പല സബ്ജക്റ്റും നമുക്ക് എടുക്കാൻ കഴിയില്ല. പല രീതിക്കുള്ള കോഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് എടുക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ താങ്ക് യു.